ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ ഇസ്രായേൽ ജനത്തോട് ജീവിതത്തിൽ വരുത്തേണ്ട പരിവർത്തനത്തെക്കുറിച്ച് പ്രവാചകനിലൂടെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ആ വചനം എങ്ങനെയാണ്? ഇസ്രായേലെ, നീ ശത്രു രാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം? വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്നത് എന്തുകൊണ്ട്? മൃതരോടൊപ്പം അശുദ്ധനാകാൻ കാരണമെന്ത്? പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? പ്രവാചകൻ തന്നെ പറയുകയാണ്, ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരിത്യജിച്ചു. ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് അറിയുക. അല്പം കഠിനമായ ഭാഷയിലാണ് ബാറൂക്ക് പ്രവാചകൻ ഇത് പറയുക. ജെറമിയ പ്രവാചകൻ്റെ ഗുമസ്തനായിരുന്നു ബാറൂക്ക് പ്രവാചകൻ. ജെറമിയ വളരെ കഠിനമായ ഭാഷയിൽ ഇസ്രായേൽ ജനം ഏറ്റവും വഷളായി ജീവിച്ച ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെ നയിച്ച, ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച പ്രവാചകനാണ് ജെറമിയ. ആ ജെറമിയായുടെ ഗുമസ്തനായി സേവനം ചെയ്ത മനുഷ്യനാണ് ബാറൂക്ക്. അപ്പോൾ ജെറമിയയുടെ ജീവിതത്തിലും ജെറമിയയുടെ കാലത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലും സംഭവിച്ച പരാജയങ്ങളും അന്ന് അവിടെ നടമാടിയിരുന്ന തിന്മകളുടെ കൂമ്പാരവുമെല്ലാം വളരെ നന്നായിട്ട് മനസ്സിലാക്കിയ മനുഷ്യനാണ് ബാറൂക്ക് പ്രവാചകൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഇസ്രായേൽ ജനത്തോട് ഇങ്ങനെ ചോദിക്കുന്നത്, ഇസ്രായേലെ, നീ ശത്രു രാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം? വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കാൻ എന്താണ് കാരണം? മൃതരോടൊപ്പം അശുദ്ധനാകാൻ കാരണമെന്ത്? പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ഇതിനെല്ലാം കാരണം നിൻ്റെ തന്നെ പ്രവൃത്തി ദോഷമാണ്. കാരണം എന്താണ്? ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരിത്യജിച്ചു. ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് നീ അറിയണം. ഇസ്രായേലിൻ്റെ വിജയവും ദൈവത്തെ അനുസരിക്കുന്നതിലായിരുന്നു. ഇസ്രായേലിൻ്റെ പരാജയവും ദൈവത്തെ ധിക്കരിക്കുന്നതിൽ ആയിരുന്നു. ഇസ്രായേലിന് മാത്രമല്ല, നമ്മുടെയും ലോകത്തിൻ്റെയും ഗതി ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ദൈവത്തെ അനുസരിക്കുന്നതിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയവും ദൈവത്തെ ധിക്കരിക്കുമ്പോഴാണ്. അതായത്, ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. സമാധാനമില്ലാത്ത ഒരു ജീവിതം ആർക്കും ഇഷ്ടമില്ല. സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം നെട്ടോട്ടം ഓടുന്നത്. പക്ഷേ ഈ ഓട്ടം വർദ്ധിക്കും തോറും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടുതൽ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിൽ പരിശ്രമിക്കും തോറും നമ്മുടെ ബുദ്ധി കൊണ്ട് സമാധാനം കൈവരിക്കാമെന്ന് വിചാരിച്ച് അതിനായി പരിശ്രമിക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ കുഴിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. അതിനെന്താണ് മാർഗം? ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുക, എന്നേക്കും സമാധാനത്തിൽ വസിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ആ ഈജിപ്തിലേക്ക് നിന്നുള്ള വരവ് നാടിനെ വിറപ്പിച്ചുകൊണ്ടായിരുന്നു. ചെങ്കടലിനെ രണ്ടായി മുറിച്ച്, ജോർദാനെ രണ്ടായി മുറിച്ച്, ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഇങ്ങനെയൊരു കാര്യം ലോകം ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ ജീവിതം മുഴുവനും അതിശയങ്ങൾ നിറഞ്ഞതും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായിരുന്നു. സങ്കീർത്തനം 44-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്, അവിടുത്തെ വലത്ത് കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ. അതായത് മുഴുവൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. ദൈവം ഏറ്റെടുത്ത് ദൈവം വഴി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ജനം. ഈ ജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മറന്ന് എന്നവർ പ്രവർത്തിച്ചോ അന്ന് അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വഴി എന്നവർ ഉപേക്ഷിച്ചോ
അന്ന് അവർ ദാരിദ്ര്യത്തിലും അടിമത്തത്തിലും പോയിട്ടുണ്ട്. അവരുടെ രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അവർക്ക് വന്ന് ഭവിച്ചതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജെറീക്കോ കോട്ട ഇസ്രായേൽ ജനം പിടിച്ചടക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. എത്ര അത്ഭുതകരമാണ്! ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 2-3 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം ജോഷുവയോട് പറയാണ്, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ ജോഷുവയ്ക്ക് ഇഷ്ടം പോലെ ചെയ്യാം അവരോട്. എന്നിട്ടെന്താ ദൈവം അവരോട് പറഞ്ഞത്? നിങ്ങൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം ഈ ജെറീക്കോ കോട്ടയ്ക്ക് വലം വയ്ക്കണം. ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും നിങ്ങൾ നടക്കണം. ദിവസം ഒരു പ്രാവശ്യം. അങ്ങനെ 7 ദിവസം. 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം നിങ്ങൾ വലം വയ്ക്കണം. 7 പ്രാവശ്യം വലം വെച്ച് കഴിയുമ്പോൾ പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം ഊതണം. അപ്പോൾ ജനം ആർത്തട്ടഹസിക്കണം. ഇത് ചെയ്യുമ്പോൾ കോട്ട ഇടിഞ്ഞ് താഴെ വീഴും. അപ്പോൾ എന്ത് ചെയ്യണം? നേരെ കയറി ആക്രമിച്ചുകൊള്ളുക, കൈവശപ്പെടുത്തിക്കൊള്ളുക. എത്ര വലിയ കോട്ട! എത്ര സുരക്ഷിതത്വം ജെറീക്കോക്കാർ സ്വയം നേടിയിരിക്കുന്നു. പല അയൽ രാജ്യങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയാതിരുന്നത് ഒരായുധവുമില്ലാതെ ദൈവം അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വളരെ സ്പഷ്ടമാവുകയാണ്. അങ്ങനെ ജനമാർത്തട്ടഹസിച്ചപ്പോൾ കോട്ട ഇടിഞ്ഞ് താഴെ വീണു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളും ഈ ജെറീക്കോ കോട്ട ഇടിഞ്ഞ് താഴെ വീണതുപോലെ ഇടിഞ്ഞു വീഴാൻ തക്ക വിധം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു ജീവിതം നയിക്കണം. കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. വിശക്കുമ്പോൾ ദൈവം അവർക്ക് ആഹാരം നൽകുന്നു. ദാഹിക്കുമ്പോൾ മരുഭൂമിയിൽ ദൈവം അവർക്ക് വെള്ളം നൽകുന്നു. ദൈവത്തിൻ്റെ വചനം അപ്പാട് നിറവേറുകയാണ്. ദൈവത്തിൻ്റെ വചനം അപ്പാട് നിറവേറുകയാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ വചനം നിറവേറുന്നത് അവരൊരുപാട് അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ മേഖലകൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ വഴിയെ പോകുന്ന ഒരു സ്വഭാവം നമുക്കില്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളിൽ നിറവേറുന്നത് നമ്മളും നമ്മുടെ ഇളം തലമുറകളുമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പ്രവാചകൻ അതാണ് ചോദിക്കുന്നത്, ഇസ്രായേലേ, നീ എന്തുകൊണ്ട് ശത്രു രാജ്യത്തിൽ പെട്ടുപോകുന്നു? എന്തുകൊണ്ട് നീ ശത്രു രാജ്യത്ത് തന്നെ കിടന്ന വാർദ്ധക്യം പ്രാപിക്കുന്നു? അതായത് നിൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ് നീ സ്വന്തം സ്ഥലത്ത് അഭിവൃദ്ധി പ്രാപിക്കേണ്ട നിൻ്റെ ജീവിതം, ആ ജീവിതത്തിലെ ദിവസങ്ങൾ മുഴുവൻ നീ ശത്രു രാജ്യത്ത് കിടന്ന് കളയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് കർത്താവിൻ്റെ വഴിയെന്ന് അനുഗ്രഹം പ്രാപിച്ച് നാടിനും ദേശത്തിനും നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ അനുഗ്രഹമായി തീരേണ്ട ജീവിതം അവിടെ ഇവിടെയൊക്കെ കിടന്ന് അലഞ്ഞു തീരുകയാണ്. നമ്മുടെ ജീവിതം ഒത്തിരി അലഞ്ഞു തീരുന്നുണ്ടെന്ന്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലല്ല, ദൈവത്തിൻ്റെ വഴിയിൽ കൂടിയൊന്നും അല്ല നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാട് കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും അതേ സ്വഭാവവും പ്രവൃത്തിയും നമ്മളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വഴി നടത്തുന്നുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെയുള്ള ഈ ദൈവത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല? വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. മറിയം ത്രേസ്യ ഒരിക്കൽ മറിയം ത്രേസ്യയുടെ ഒരു മഠം പണിതുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ എല്ലാ സാമഗ്രികളും തീർന്നു, മരം തീർന്നു, പണം തീർന്നു, എല്ലാം തീർന്നു. മറിയം ത്രേസ്യ പ്രാർത്ഥിച്ചപ്പോൾ മറിയം ത്രേസ്യയുടെ കർത്താവ് പറഞ്ഞു, പോയി രാജാവിനെ കാണാൻ പറഞ്ഞു. അപ്പം മറിയം ത്രേസ്യ രാജാവിനെ കാണാനായിട്ട് പോവുകയാണ്. പോകുന്ന അവസരത്തിൽ മറിയം ത്രേസ്യ ഒരു രാത്രിയും 2 പകലും തോണിയിലൂടെ യാത്ര ചെയ്യണം. അപകടം പിടിച്ച യാത്രയാണ്. പക്ഷേ മറിയം ത്രേസ്യ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം രാജാവ് ചോദിച്ചു,
എങ്ങനെ നിങ്ങൾ ഇത്രയും വലിയ ദുർഘടം പിടിച്ച ഒരു യാത്ര നിങ്ങൾ എങ്ങനെ ഏറ്റെടുത്തു? ആര് നിങ്ങളെ സഹായിച്ചു? ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ? മറിയം ത്രേസ്യ പറഞ്ഞു, ദൈവമുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ദൈവമോ? രാജാവ് സംശയിച്ചു. ഇതേക്കുറിച്ചൊന്നും കേട്ടിട്ടില്ലാത്ത മനുഷ്യനാണ് രാജാവ്. അതെ, ദൈവത്തിൻ്റെ മാലാഖ ഞങ്ങളുടെ മുമ്പേ വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. രാജാവ് അത് പറഞ്ഞ്, എല്ലാം ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ അനുഗ്രഹം നിറഞ്ഞ, വിശ്വാസം നിറഞ്ഞ ഒരു ജീവിതത്തിന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും വഴിതെറ്റാതെ നമ്മളെ നയിക്കുന്ന ഒരു ദൈവം, നമ്മുടെ മുമ്പേ നയിക്കുന്ന, നമ്മളെ ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ തന്നെ നമ്മളെ നയിക്കുന്ന ഒരു ദൈവമാണ്. പക്ഷേ എന്താണ് നമ്മുടെ പ്രശ്നം? ഹബക്കുക്ക് പ്രവാചകൻ പറയുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ എന്നേക്കും സമാധാനത്തിൽ വസിക്കും. അപ്പം ദൈവത്തിൻ്റെ വഴി വിട്ടുപോയതാണ്. ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരിത്യജിച്ചു. ഈ ജ്ഞാനം എന്താണ്? ഇത് സ്വർഗത്തിൽ നിന്ന് ദൈവം തരുന്നതാണ് ജ്ഞാനം. ദൈവമാണ് ഈ ജ്ഞാനം. ഈ ജ്ഞാനമാണ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ, അപ്പം ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കാതിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ മുഴുവൻ തകർച്ചകളുടെയും കാരണമെന്ന് ഞാൻ എപ്പോൾ മനസ്സിലാക്കുന്നുവോ അവിടെ എനിക്ക് തിരുത്താൻ സാധിക്കും. അവിടെ എൻ്റെ അനുഗ്രഹത്തിൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് പോകാനായിട്ട് സാധിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ശൈലി ഇതാണ്. അപ്പം ഇസ്രായേൽ ശത്രു രാജ്യത്ത് അകപ്പെട്ടതും വിദേശത്ത് വെച്ച് വാർദ്ധക്യത്തിലെത്തിയതും പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം പരിഗണിക്കപ്പെട്ടതും എല്ലാം അവരുടെ തന്നെ പ്രവൃത്തിയുടെ ദുഷ്ഫലങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും ദൈവത്തെ കൂടാതെ ആരൊക്കെ ജീവിക്കുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ അലച്ചിലുകൾ സംഭവിക്കും. നമ്മൾ ആവശ്യമില്ലാത്ത വഴികളിലൂടെ പോകും, നമ്മളെങ്ങും എത്തത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ വഴിയെ ആണെങ്കിൽ നമുക്കൊരു പരാജയവും ഒരിക്കലും സംഭവിക്കില്ല. ജ്ഞാനത്തിൻ്റെ ഉറവിടം നമുക്ക് പരിത്യജിക്കാതിരിക്കാം. ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പം ദൈവത്തിൻ്റെ വഴികളിലൂടെ തന്നെ, ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ നമുക്ക് പോകാം. അപ്പം നമുക്കെന്നും വലിയ ഒരു സമാധാനവും സന്തോഷവും കിട്ടും. നമ്മളിന്ന് സമൂഹത്തിൽ നോക്കുമ്പോൾ, സമൂഹത്തിലല്ല നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കിയാലും തൃപ്തിയില്ലാത്ത ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുക. ആരും എവിടെയും തൃപ്തരല്ല. ഒരു മനുഷ്യനും സന്തോഷം അനുഭവിക്കുന്നില്ല. കുഞ്ഞു മക്കൾ പോലും തൃപ്തരല്ല. യുവജനങ്ങൾ സംതൃപ്തരല്ല. മാതാപിതാക്കൾ സംതൃപ്തരല്ല. വൃദ്ധരായവരും സംതൃപ്തരല്ല. കാരണം അവർക്കുമുണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടേതായ പരാതികൾ. നമ്മൾ ഈ ജനത്തിൻ്റെ മുഴുവനും പരാതികൾ കേൾക്കുമ്പോൾ കേൾക്കാനല്ലാതെ ഒരു കാര്യത്തിനും ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. കാരണം ഈ ജനത്തെ തൃപ്തിപ്പെടുത്താൻ നമുക്കാവത്തില്ല. എന്തുകൊണ്ട് നമ്മളിലാരും തൃപ്തരല്ല? എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾ തൃപ്തരല്ല? എന്തുകൊണ്ട് നമ്മുടെ യുവതി യുവാക്കൾ തൃപ്തരല്ല? എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ സംതൃപ്തിയിലല്ല? എല്ലാവർക്കും പോരായ്മകൾ, എല്ലാവർക്കും എല്ലാവരെയും കുറിച്ച് പരാതികൾ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ബാറൂക്ക് പ്രവാചകൻ 3-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എത്ര കിട്ടിയാലും മതി വരാത്ത സ്വർണത്തിലും വെള്ളിയിലും വിശ്വാസമർപ്പിച്ച് അത് സംഭരിച്ചു വയ്ക്കുന്നവരെവിടെ? എത്ര കിട്ടിയാലും മതി വരാത്ത സ്വർണത്തിലും വെള്ളിയിലും വിശ്വാസമർപ്പിച്ച് അത് സംഭരിച്ചു വയ്ക്കുന്നവർ എവിടെ? പണം നേടാൻ ആർത്തി പൂണ്ട് അതിരറ്റ് അധ്വാനിക്കുന്നവർ എവിടെ? അവരെല്ലാവരും പാതാളത്തിൽ പതിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, എത്ര കിട്ടിയാലും മതി വരാത്ത, എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത, ആർത്തി പൂണ്ട ഒരു സമൂഹത്തെ നമ്മളിന്ന് ലോകത്തിൽ കാണുന്നു. റോഡിലിറങ്ങിയാൽ കാണുന്നു, കുടുംബത്തിൽ ചെന്നാൽ കാണുന്നു, സമൂഹത്തിൽ ചെന്നാൽ കാണുന്നു, ഒരു വിരുന്നിനെ എന്നാൽ കാണുന്നു. എവിടെ ചെന്നാലും, ഏത് സമൂഹത്തിൽ ചെന്നാലും നമ്മൾ കാണുക സംതൃപ്തരല്ലാത്ത ഒരു സമൂഹമാണ്. എങ്ങനെ സംതൃപ്തിയില്ലാത്ത ഈ സമൂഹം വളർന്നു വന്നു?
എവിടെ പോയി ഈ ജനത്തിൻ്റെ തൃപ്തി? എവിടെ പോയി ഈ ജനത്തിൻ്റെ അനുഗ്രഹങ്ങൾ? ജ്ഞാനത്തിൻ്റെ 3-ാം അധ്യായം 14-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നു, ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് അറിയുക. ദീർഘായുസ്സും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും. ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് അറിയുക. ദീർഘായുസ്സും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും. അപ്പോൾ നമ്മളത് അന്വേഷിക്കേണ്ടത് എന്താണ്? ജ്ഞാനം അന്വേഷിക്കണം, ദൈവത്തിൻ്റെ ശക്തി അന്വേഷിക്കണം, വിവേകം അന്വേഷിക്കണം. അപ്പോൾ ഇതൊക്കെ എവിടെയുണ്ടെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം ദീർഘായുസ് നമുക്ക് ലഭിക്കും, ജീവൻ ലഭിക്കും, സമാധാനം ലഭിക്കും, കണ്ണുകൾക്ക് പ്രകാശം അത് എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് അത് ധാരാളം മതി. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കൃപകളൊക്കെ അവിടെ നമുക്ക് ലഭിക്കും. ഈശോയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ചെല്ലുന്നുണ്ട്, കർത്താവേ, ഇനിയും എനിക്കെന്താണ് ഒരു കുറവ്? ജീവിതകാലം മുഴുവനും അവൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി, ഒരുപാട് സമ്പത്തും അവൻ ശേഖരിച്ചു. ഇത്രയൊക്കെ ആയിട്ടും അവൻ്റെ ജീവിതത്തിൽ അവനൊരു തൃപ്തിയില്ല. അപ്പോൾ നിത്യസത്യങ്ങൾ പഠിപ്പിക്കുന്ന ഈ ഗുരുവിനെക്കുറിച്ച് അവൻ കേട്ടു. അപ്പോൾ അവൻ ഈ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇനിയും എനിക്കെന്താണ് ഒരു കുറവ്? അവൻ്റെ കുറവ് വളരെ കൃത്യമായിട്ട് കർത്താവിന് കണ്ടുപിടിക്കാൻ പറ്റി. അവനോട് പറഞ്ഞു, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അതിനുശേഷം വന്ന് നീ എന്നെ അനുഗമിക്കുക. ദൈവം വളരെ വ്യക്തമായ മറുപടി അവന് കൊടുത്തു. അവൻ വളരെ സങ്കടത്തോടെ തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? അവൻ വലിയ സമ്പന്നനായിരുന്നു. വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഒന്നും അവൻ്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നില്ല. നമുക്കറിയാം, നമ്മളൊക്കെ ഈ കോഴിയെ വളർത്തുന്നവരാണെങ്കിൽ കോഴിക്ക് തീറ്റ കൊടുക്കുന്ന കുറേ കോഴികളെ വളർത്തുന്നു. അവയ്ക്ക് നമ്മൾ ഒരു പിടി ഗോതമ്പ് എടുത്തിട്ട് അവയ്ക്ക് എല്ലാമായിട്ട് ചിതറിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നു. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഒരു ഗോതമ്പ് മണി പോലും ബാക്കിയാക്കാതെ ആ കോഴികൾ ഗോതമ്പ് മുഴുവൻ കൊത്തി തിന്നും. ഒരെണ്ണവും അവിടെ ബാക്കിയുണ്ടാവത്തില്ല. ഇതുപോലെയാണ് അവനുള്ളത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ ഒന്നും അവശേഷിക്കത്തില്ല. ജീവിതത്തിൽ ഒന്നും ബാക്കിയാകത്തില്ല. ഈ ഗോതമ്പ് മണികൾ മുഴുവനും കോഴികൾ തിന്ന് തീർത്തതുപോലെ അവൻ്റെ സമ്പത്ത് മുഴുവനും അത് വിറ്റ് ദരിദ്രർ അതെല്ലാം കൈവശപ്പെടുത്തും. പിന്നെ അവനെന്ത് സംഭവിക്കും? ഒന്നുമില്ലാത്തവനായിത്തീരും. അപ്പോൾ ഈശോ അവനോട് പറയുന്നു, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കും. അതായത് ജീവിതത്തിൽ എന്തൊക്കെ സ്വന്തമായിട്ട് അവൻ കരുതി വെച്ചോ, അവൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്നും അവനെ തടഞ്ഞു നിർത്തുന്ന ഒരുപിടി കാര്യങ്ങളുണ്ടായിരുന്നു. ആ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ മുഴുവനും നീ ദരിദ്രർക്കായിട്ട് കൊടുക്കുക. അങ്ങനെ ദരിദ്രർക്കായിട്ട് നീ കൊടുത്തു കഴിയുമ്പോൾ ഒന്നും ബാക്കി അവശേഷിക്കുന്നില്ല. അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാവും. സ്വർഗത്തിൽ നിക്ഷേപം അതുകൊണ്ട് കർത്താവ് അവസാനിപ്പിക്കുന്നില്ല, പിന്നെ നീ എന്നെ അനുഗമിക്കുക, അപ്പോൾ നിനക്ക് കൂടുതൽ കൂടുതൽ കൃപ ലഭിക്കും. നീ വലിയവനായിത്തീരും. നീ യഥാർത്ഥത്തിൽ ഈശോയെ അനുഗമിക്കുന്നവനായിത്തീരും. സ്വർഗം തരുന്ന ഒരു വിവേകമാണിത്. ദൈവപുത്രൻ അവന് പറഞ്ഞു കൊടുത്ത ഒരു വിവേകമായിരുന്നു. പക്ഷേ ആ വിവേകം അവന് സ്വീകാര്യമായില്ല. ആ വിവേകം അവന് സ്വീകാര്യമായില്ല. അവനത് സങ്കടത്തോടെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അങ്ങനെ സങ്കടത്തോടെ തിരിച്ചു പോയപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ്റെ ആ സമ്പത്തിൽ തന്നെ അവൻ പിന്നീടും ജീവിച്ചു. പക്ഷേ അവന് ഒരഭിവൃദ്ധിയും അവൻ്റെ ജീവിതത്തിൽ ലഭിച്ചില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 7-ാം തിരുവചനം പറയുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. സോളമൻ രാജാവ് പറയുന്നതാണ്.
സോളമൻ പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയിട്ട്? അവൻ വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് ദൈവം അവന് കൊടുക്കുകയും ചെയ്തു. അവൻ പറയുന്നു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ചെങ്കോലിലും സിംഹാസനത്തിലും അധികം ജ്ഞാനത്തെ ഞാൻ വിലമതിച്ചു. എൻ്റെ രാജപദവിയേക്കാൾ കൂടുതൽ, എൻ്റെ സിംഹാസനത്തെക്കാളും അധികം ഞാൻ ഈ ജ്ഞാനത്തെ സ്നേഹിച്ചു. അതെനിക്ക് വലിയ കൃപയായിട്ട് എനിക്ക് മാറിക്കിട്ടി. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപരിക്കുന്നു. എന്ത്? ഈ ജ്ഞാനം അത് നിർമ്മലമാണ്. ആ നിർമ്മലതയാൽ എല്ലാത്തിലും വ്യാപരിക്കുന്നു. നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ഊണിൽ, ഉറക്കത്തിൽ, നമ്മുടെ തൊഴിലിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈ ജ്ഞാനമായിരിക്കണം. പിന്നെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 25-ാമത്തെ തിരുവചനം പറയുന്നു, മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. മലിനമായ ഒന്നിലും ജ്ഞാനം പ്രവേശിക്കുകയില്ല. നിത്യ തേജസ്സിൻ്റെ പ്രതിഫലമാണ് ജ്ഞാനം. നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണ് ജ്ഞാനം. അപ്പം ദൈവത്തിൻ്റെ ഈ ജ്ഞാനം ലഭിക്കാൻ മലിനമായ ഒന്നും നമ്മളിൽ ഉണ്ടാവരുത്. വിശുദ്ധമായ നമ്മുടെ ജീവിതത്തിലാണ് ജ്ഞാനം പ്രവേശിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 28-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവം എന്തിനേക്കാളും ഉപരിയായി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. ജ്ഞാനത്തിനെതിരെ തിന്മ ഒരിക്കലും ബലപ്പെടുകയില്ല. ജ്ഞാനവും വിവേകവും നഷ്ടപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ ദൈവവും നമ്മളെ കൈവടിയും. ജ്ഞാനവും വിവേകവും നഷ്ടപ്പെട്ട ജീവിതമാണെങ്കിൽ ദൈവം നമ്മളെ കൈവടിയും. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ അത് വസിക്കുകയുമില്ല. വിശുദ്ധവും സുനിശ്ചിതവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടിയകലുന്നു, മൂഢാലോചനകളോട് വേഗം വിട പറയുന്നു. അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ധാരാളമായി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വഴികൾ വിട്ടു പോകുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്കില്ലാത്തതുകൊണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, അവിടുത്തെ വലിയ ജ്ഞാനത്താലും വിവേകത്താലും എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകൾക്കും പരാജയങ്ങൾക്കും എല്ലാ വീഴ്ചകൾക്കും നഷ്ടങ്ങൾക്കും ദുരിതത്തിനും സമാധാനം നഷ്ടപ്പെട്ട ജീവിതത്തിനും കാരണം ജ്ഞാനം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. കർത്താവിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോയതാണ്. ഈ ഒരു ചിന്ത എന്നിലേക്ക് ധാരാളമായി തരണമേ, ജ്ഞാനം ധാരാളമായി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, ഞങ്ങളിൽ നിന്നും കൈവിട്ടു പോയ ജ്ഞാനം ഞങ്ങൾക്ക് വീണ്ടും ധാരാളമായി നൽകി സോളമൻ രാജാവിനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ധാരാളമായി ജ്ഞാനം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നിമിഷം മുതൽ അമ്മ ഒത്തിരിയേറെ ജ്ഞാനത്തിലാണല്ലോ ജീവിച്ചത്. ഞങ്ങൾക്കും ഈ കൃപ ലഭിക്കുവാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.